empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 55 അധ്യായം 16 വാക്യത്തിൽ ദാവീദ് രാജാവ് ഏറ്റുപറയുകയാണ്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. സങ്കീർത്തകൻ 100% ഉറപ്പോടെയാണ് പറയുന്നത്, കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് എന്നെ രക്ഷിക്കുമെന്ന്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സുവിശേഷങ്ങളിൽ കർത്താവ് നമ്മെ പരിചയപ്പെടുത്തുന്ന രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ചായിരുന്നു. തൻ്റെ വലിയ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും പ്രശ്നങ്ങളുടെ ഇടയിലും എല്ലാം അവൾ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് കർത്താവിന്റെ പിറകെ പോയപ്പോൾ അവൾ രക്ഷ പ്രാപിക്കുകയായിരുന്നു. ഈ ലോകത്തിൽ ഒന്നിനും, മരുന്നുകൾക്കോ വൈദ്യന്മാർക്കോ ഒന്നും അവളെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം തീർന്നിരുന്നു. എന്നാൽ കർത്താവിനെ കുറിച്ച് അവൾ കേട്ടപ്പോൾ അവൾ വിശ്വാസത്തിൽ ഉണരുകയായിരുന്നു. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവ് തന്നെ രക്ഷിക്കുമെന്ന ഉറപ്പോടെ അവിടുത്തെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ആ നിമിഷത്തിൽ അവൾ സൗഖ്യം പ്രാപിക്കുകയായിരുന്നു. ഇതല്ലേ സങ്കീർത്തകനും പറഞ്ഞത്, ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് രക്ഷ നൽകുമെന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഉറപ്പിൽ നമുക്ക് മുന്നേറാനായി സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ വന്ന് നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ സങ്കീർത്തകനുള്ള ഈ ഒരു ഉറപ്പ് അത് നമുക്കും ഉണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു വിശ്വാസത്തിലുള്ള ഒരു ഉറപ്പ്, അതിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, അവിടുന്ന് എനിക്ക് രക്ഷ നൽകുമെന്ന്. ആ ഒരു ഉറപ്പോടെ നമ്മുടെ ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനുള്ള ആ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പോടെ നമുക്കായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് സ്വീകരിക്കുവാനുള്ള ഒരു വിവേകം, ജ്ഞാനം ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളുടെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെ പരിപൂർണമായും സമർപ്പിക്കുകയാണ്, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൾ സ്നേഹിതനായി വേറെയാരുള്ളൂ. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം. ഇനിയുള്ള കാലം മുഴുവൻ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഏറ്റെടുക്കണമേ. അങ്ങേ പോലെ ഞങ്ങളെ കൊണ്ട് നടക്കുവാൻ വേറെ ആരുമില്ലെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്ന കർത്താവെ, അങ്ങ് മാത്രം സർവശക്തനായ ദൈവം എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ എൻ ആശയേ, യേശുവേ എൻ കാന്തനേ, നീയല്ലാതാശ വയ്ക്കാൻ ഭൂവിലാരുള്ളൂ. വേറെ ഒന്നുമില്ല ഈശോയെ. യേശുവേ എൻ ആശയേ, യേശുവേ എൻ കാന്തനേ, നിന്നെപ്പോൾ യോഗ്യനായി വേറെയാരുള്ളൂ. അങ്ങ് മാത്രം യോഗ്യൻ.
യേശുവേ ഈശോ. എൻ നാഥനേ ആരാധന ഈശോയേ, ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് മാത്രമാണ് യോഗ്യനെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ, അങ്ങ് മാത്രം യോഗ്യൻ. ഈ ലോകത്തിൽ എന്ത് തന്നെ എടുത്താലും ആര് തന്നെ എടുത്താലും കർത്താവേ, അവരൊന്നും അങ്ങയ്ക്ക് മുമ്പിൽ ഒന്നുമല്ലെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങ് മാത്രം യോഗ്യൻ. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഏറ്റെടുക്കണമേ, ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുവാൻ, കർത്താവിന് മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്ത് ജീവിക്കുവാൻ ആ ഒരു കൃപ ലഭിക്കുവാനായ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ കർത്താവിന് രക്ഷകനായി സ്വീകരിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ യൗസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവളുടെ ജീവിതത്തിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു. നമുക്കറിയാം, രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് 3 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു ധ്യാനിച്ചത്. ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കാസ് ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. നമുക്ക് വിശുദ്ധ ലൂക്കാസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 43-ഉം 44-ഉം വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ്. 12 വർഷമായി വളരെയേറെ കഷ്ടപ്പെട്ടിരുന്ന, ഒരു ഡോക്ടറിനും സൗഖ്യമാക്കാൻ സാധിക്കാതിരുന്ന, തൻ്റെ സമ്പത്തെല്ലാം തൻ്റെ ആ ഒരു സൗഖ്യത്തിന് വേണ്ടി അവൾ ചെലവിടുകയാണ്. എന്നിട്ടും കൂടുതൽ വഷളാവുകയാണ് ചെയ്തതെന്ന് വിശുദ്ധ മർക്കോസ് ശ്ലീഹ പറയുകയുണ്ടായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ ആ ഒരു വിളുമ്പിൽ സ്പർശിച്ച ആ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിലയ്ക്കുകയായിരുന്നു. അവൾ സൗഖ്യമുള്ളവളാവുകയായിരുന്നു. ആ കർത്താവിലുള്ള അവളുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത് ആ ഒരു സൗഖ്യം കിട്ടിയ അവൾ പിന്നീട് എന്താണ് ചെയ്തതെന്നതാണ്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. അതിലേക്ക് പലതിലേക്കും തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മുടെ മുൻപിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളെ ഒക്കെ വലുതായി കണ്ട് കർത്താവ് അതേ സമയം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് നോക്കാൻ സാധിക്കാറില്ല. നമ്മൾ ലയയുടെ ജീവിതം പഠിച്ചപ്പോൾ ഇതേക്കുറിച്ച് ധ്യാനിച്ചതാണ്. അവൾ തനിക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അവളുടെ ജീവിതം സ്തുതിയുടെ ജീവിതമായി മാറുന്നത്. അതുവരെയും താൻ നേരിടുന്ന അവഗണനയും പ്രശ്നങ്ങളെയും നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് പോയത്. ഇവിടെ രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിക്കുകയാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. വിശുദ്ധ ലൂക്കാസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 46-ഉം 47-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു പറഞ്ഞു,
യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന്, രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിച്ച അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിന് സ്പർശിച്ചുവെന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുൻപാകെ പ്രസ്താവിച്ചു. അവൾ എല്ലാ ജനങ്ങളുടെയും മുൻപാകെ സാക്ഷ്യം നൽകുകയാണ്. കർത്താവ് തനിക്ക് സൗഖ്യം നൽകി. എന്തായിരുന്നു തന്റെ അവസ്ഥയെന്നും താൻ എന്തിനാണ് കർത്താവിനെ തൊട്ടതെന്നും എങ്ങനെയാണ് താൻ സൗഖ്യം പ്രാപിച്ചതെന്നും ആ ഒരു വലിയ ജനാവലി തിരുവചനത്തിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. കർത്താവിനെ ആ ഒരു ഭയങ്കരമായ സമൂഹം തിക്കി ഞെരുക്കുകയായിരുന്നു എന്ന്. അതുപോലെ ക്രൗഡായിരുന്നു. ആ ഒരു വലിയ ക്രൗഡിനോട് കംപ്ലീറ്റ് എല്ലാവരും കേൾക്കെ അവൾ തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. അവൾ ഭയന്നു വിറച്ചാണ് വരുന്നതെന്ന് തിരുവചനം എടുത്തു പറയുന്നുണ്ട്. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്, പേടിയുണ്ട്, വിറയലുണ്ട്. എന്നാൽ അവൾ അതിനെ എല്ലാം മറികടന്ന് കർത്താവിന് സാക്ഷ്യം നൽകുകയാണ്. കർത്താവ് അതിനായിട്ട് അവൾക്ക് അവസരം കൊടുക്കുകയാണ്. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ അത് കൃത്യം കർത്താവ് അവിടെ ആ ജനക്കൂട്ടത്തെ മനസ്സിലാക്കിക്കുകയും ഈ സ്ത്രീയെ മുൻപിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. എന്നാൽ കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ തൻ്റെ ആ ഒരു ജീവിതം പരസ്യമായി, അവൾക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ്. നമ്മൾ കേട്ടു, അവൾ സമൂഹത്തിൽ വിലക്കപ്പെട്ടവളായിരുന്നു. എന്നിട്ടും നിയമം തെറ്റിച്ച് അവൾ അവിടെ വന്നു, അവൾ സൗഖ്യം പ്രാപിച്ചു. ഇതൊക്കെ സർവ്വജനത്തിന്റെ മുൻപിൽ തുറന്ന് ഏറ്റു പറയാൻ അവൾ ധൈര്യം കാണിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ അഭിഷേകമായി സ്വീകരിക്കാനായി കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിൽ നിന്ന് തീർച്ചയായും അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് നാം ഓരോരുത്തരും. നമ്മൾ അതിലേക്കൊന്ന് നോക്കി അത് തിരിച്ചറിയണം എന്ന് മാത്രം. തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയോ? ഈ രക്തസ്രാവക്കാരി സ്ത്രീ അവൾ സൗഖ്യം പ്രാപിച്ചത് അവൾ അറിഞ്ഞു. എന്നാൽ കർത്താവ് എന്താ അവളോട് പറയുന്നേ? അത് ജനം കേൾക്കെ തുറന്നു പറയാൻ, സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കണം. ജനത്തിന് മുൻപിൽ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ കർത്താവിനെ ഏറ്റുപറയാൻ, കർത്താവിന് വാക്കാലെ സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ടുള്ള വലിയ വിളിയാണ് നാം ഓരോരുത്തർക്കും കർത്താവ് നൽകിയിരിക്കുന്നത്. ആ ഒരു വിളിയോട് നമ്മൾ ഉത്തരം കൊടുക്കുന്നില്ലെങ്കിൽ കർത്താവിന് അത് വേദനാജനകമാണ്. കർത്താവിനായി തെരഞ്ഞെടുത്ത് വേർപെടുത്തപ്പെട്ടവളാണ് നമ്മൾ ഓരോരുത്തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അവിടെ 10-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് നാം ഓരോരുത്തരോടും അരുളി ചെയ്യുകയാണ്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സാക്ഷികളാണ്, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ദാസനാണ് ഞാനും നീയും എന്ന് കർത്താവ് കൃത്യം പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ പറയാൻ, അത് മറ്റുള്ളവരോട് വെളിപ്പെടുത്താൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. കർത്താവിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മേലുള്ളപ്പോൾ അതിനോട് നമ്മൾ പ്രത്യുത്തരിക്കുന്നില്ലെങ്കിൽ വിളിച്ചവനെ നമ്മൾ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. രക്തസ്രാവക്കാരി സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും തനിക്ക് സംഭവിച്ചത് എന്തെന്ന് വളരെ വിശദമായി പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അവൾ അവിടെ ഒരു സാക്ഷിയായി മാറുകയാണ്. വീണ്ടും നമുക്ക് കാണുവാനായി സാധിക്കും, പരിശുദ്ധ വചനത്തിൽ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനോടൊക്കെ ചേർന്ന് കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കടന്നു വരാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ
ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. തുടർന്ന് 29-ാം വാക്യം പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. ഈ രണ്ട് അന്ധന്മാർ അവർ വിശ്വാസത്തോടെ കർത്താവിന്റെ മുൻപിൽ വന്നപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് 30-ാം വാക്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ കണ്ണുകൾ തുറന്നു. അവരുടെ കണ്ണുകൾ തുറന്നു. ഈ രണ്ട് അന്ധന്മാരും കാഴ്ചയുള്ളവരായി മാറുകയാണ്. തുടർന്ന് എന്താണ് തിരുവചനം പറയുന്നത്? ഇത് ആരും അറിയാൻ ഇടയാകരുത് എന്ന് ഇതാരും അറിയാൻ ഇടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ എന്താ ചെയ്തത്? കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, തങ്ങൾ വിശ്വാസത്തിന്റെ ആ ഒരു വലിയ പ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്താ ചെയ്തത്? 31-ാം വാക്യം പറയുകയാണ്, എന്നാൽ അവർ പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തി. അവർ കർത്താവിന്റെ സാക്ഷികളായി മാറുകയാണ്. കർത്താവിന്റെ അത്ഭുത പ്രവർത്തികളെ നാടെങ്ങും പരത്തുന്നവരായി ആ രണ്ട് അന്ധന്മാർ അവർ കാഴ്ച ഉള്ളവരായി മാറിക്കഴിഞ്ഞപ്പോൾ അവർ സാക്ഷികളായി മാറുകയാണ്. ഇത് തന്നെയല്ലേ രക്തസ്രാവക്കാരി സ്ത്രീയും ചെയ്തത്? തങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ സ്വീകരിച്ചപ്പോൾ അവർ കർത്താവിന്റെ സാക്ഷികളായി പിന്നീട് മാറുകയാണ്. കർത്താവിന്റെ കീർത്തി നാടെങ്ങും പരത്തുന്നവരായി അവർ മാറുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിൽ നമുക്കൊക്കെ പരിചിതമായ ആ ബെത്സയിദ കുളക്കടവിലെ ആ അത്ഭുതത്തെ കർത്താവ് അവിടെ പറയുന്നത്. അവിടെ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ 15-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ പോയി ആ അത്ഭുതം സ്വീകരിച്ച, ആ സൗഖ്യം സ്വീകരിച്ച ആ വ്യക്തി അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്ന് യഹൂദരെ അറിയിച്ചു. യഹൂദരോട് എല്ലാവരോടും അവൻ അത് പറഞ്ഞു നടക്കുകയാണ്. അങ്ങനെ പറയുന്നത് മൂലം അവൻ നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങളിലേക്കല്ല അവൻ നോക്കുന്നത്. താൻ അനുഭവിച്ച ആ ഒരു അനുഗ്രഹത്തിലേക്ക് അവൻ നോക്കുന്നത്. ആ അനുഗ്രഹം തന്നവനിലേക്ക് അവൻ നോക്കുന്നത്. അതുകൊണ്ട് ധൈര്യപൂർവം അവൻ അവിടെ നടന്നു പറയുകയാണ്, യേശുവാണ് എനിക്ക് സൗഖ്യം തന്നത്, യേശുവാണ് എന്നെ ഈ ഒരു അനുഗ്രഹത്തിലേക്ക് നയിച്ചത് എന്ന്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും മറ്റൊരു അത്ഭുതം നമ്മൾ കാണുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൽ 33-ാമത്തെ തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. ഇവിടെയും അനുഗ്രഹം പ്രാപിച്ചവൻ ലോകത്തിന്റെ മുൻപിൽ വിളിച്ചു പറയുകയാണ്, കർത്താവിനെ കുറിച്ച് അവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ കർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ, ചുറ്റുമുള്ളവരെല്ലാം കർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൻ ധൈര്യപൂർവം കർത്താവിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്നുള്ള സാക്ഷ്യമായിട്ട് അവൻ മാറുകയാണ്. അനുഗ്രഹം മേടിച്ചിട്ട് തിരിച്ചു നോക്കാതെ പോകുന്നവനായിരുന്നില്ല അവൻ. കർത്താവിന് വേണ്ടി അവൻ നിൽക്കുകയാണ്. കർത്താവിനോട് ചേർന്ന് അവൻ നിൽക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സമറിയക്കാരി സ്ത്രീയെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. സമറിയക്കാരി സ്ത്രീയെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. കർത്താവ് അവളുമായി സംസാരിച്ച് അവളെ തന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ വലിയ മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. തുടർന്ന് എന്താ സംഭവിച്ചത്? 28-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ആ സമറിയക്കാരി സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? എന്റെ പ്രിയ സഹോദരങ്ങളെ, സമൂഹത്തിൽ വലിയ വിലയൊന്നും ഇല്ലാത്തവളായിരുന്നു ഈ സ്ത്രീ. എന്നാൽ കർത്താവിനെ അവൾ തിരിച്ചറിഞ്ഞപ്പോൾ, കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശ അവൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്താ ചെയ്യുന്നേ? പട്ടണത്തിലേക്ക് ചെന്ന് വലിയൊരു സാക്ഷിയായി അവൾ മാറുകയാണ്. താൻ കാണുന്നവരോടെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് അവൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന്റെ ഫലമായി എന്താ ഉണ്ടായത്? 4-ാം അധ്യായത്തിൽ
39 തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന സ്ത്രീയുടെ സാക്ഷ്യം മൂലം ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമറിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ഈ സമറിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം മൂലം അനേകർ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ, ഇതാണ് സാക്ഷ്യത്തിന്റെ ശക്തി. കർത്താവിനെ കുറിച്ച് പറയാൻ കർത്താവ് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ അത് കേൾക്കുമ്പോൾ അനേകർ കർത്താവിലേക്ക് തിരിയുകയാണ്. കർത്താവിന്റെ ശക്തിയെ നമ്മൾ പറയുമ്പോൾ അനേകർക്ക് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഒരു പ്രചോദനമായി അത് മാറുകയാണ്. അതിനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കണമെന്ന്. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച, അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത നാം ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കണമെന്ന്. ഈ രക്തസ്രാവക്കാരി സ്ത്രീ, നമ്മൾ ഒത്തിരിയേറെ പേരെ കണ്ടു, അവസാന സമറിയാക്കാരിയിൽ വന്ന് നിൽക്കുകയാണ്. ഇവരെല്ലാവരും കർത്താവിനെ അവരുടെ നാട്ടിലെങ്ങും പ്രഘോഷിക്കുകയാ, സാക്ഷ്യമായി അവർ മാറുകയാ. നമുക്ക് സങ്കീർത്തകനായ ദാവീദിലേക്ക് ഒന്ന് കടന്നു വരാം. 71 സങ്കീർത്തനം 17 വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ് കർത്താവിനോട്, ചെറുപ്പം മുതൽ അങ്ങ് എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് 17 വാക്യത്തിന്റെ 2 ഭാഗത്ത് ദാവീദ് രാജാവ് എന്താ പ്രാർത്ഥിക്കുന്നേ? ഞാൻ ഇപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കുന്നു. ചെറുപ്പം മുതലുള്ള പരിശീലനമായിരുന്നു. രാജാവായി ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആയിരിക്കുമ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് നിർത്തിയോ? തുടർന്ന് ദാവീദ് രാജാവ് പറയുകയാണ് 18 വാക്യത്തിന്റെ 2 ഭാഗം, വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്ക് ഇടയാക്കണമേ. ഇനിയും അങ്ങയുടെ സാക്ഷ്യമായിരിക്കാൻ, വരാനിരിക്കുന്ന തലമുറകൾക്ക് അങ്ങയുടെ സാക്ഷ്യമായിരിക്കാൻ എനിക്ക് ഇടയാക്കണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നേ. ഈ ഒരു പ്രാർത്ഥന തന്നെയല്ലേ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ സാക്ഷ്യമായിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന്. അപ്പസ്തോലന്മാർ എന്താ ചെയ്തേ? അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ാം അധ്യായം അവിടെ 20-ാം തിരുവാക്യത്തിൽ പരിശുദ്ധ വചനം വ്യക്തമായി പറയുകയാണ്, എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അപ്പസ്തോലന്മാര് ഏറ്റു പറയുകയാണ്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അത് അവർക്കൊരു ഹരമായിരുന്നു. കർത്താവിനെ കുറിച്ച് സാക്ഷ്യമായിരിക്കാൻ, കർത്താവിനെ പറ്റി അവർ അറിഞ്ഞതെല്ലാം മറ്റുള്ളവരോട് സംസാരിക്കാൻ അവർക്കൊരു ഹരമായിരുന്നു. കർത്താവിന് സാക്ഷ്യമാവുക എന്നതായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. നമുക്ക് സങ്കീർത്തനങ്ങളിലെ ഒരു വചനം കൂടി നോക്കി നമുക്ക് ഈ ഒരു ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് കടന്നു വരാം. സങ്കീർത്തനങ്ങൾ 71-ാം അധ്യായം അതിൽ 16-ാം തിരുവാക്യം, ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ആ ഒരു ഉറപ്പോടെ കർത്താവിനോട് ഏറ്റു പറയാം, ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവർത്തനങ്ങളുടെ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന്, അതിനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമെന്ന്. നമ്മൾ ഈ വായിച്ചു കേട്ടവരെല്ലാവരും നമ്മളോട് എന്താ പറയുന്നത്? അവരുടെ ജീവിതം എന്തിനാ പരിശുദ്ധ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമുക്കൊരു പാഠമാകാനാണ് പ്രിയമുള്ളവരെ. ആ അല്പസ്തോലന്മാർക്ക് എല്ലാവർക്കും സാക്ഷി ജീവിതം നയിക്കുക എന്നതൊരു ഹരമായിരുന്നു. സങ്കീർത്തകൻ ഉറപ്പോടെ പറയുകയാണ്, ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവർത്തനങ്ങളുടെ സാക്ഷ്യമായി ഞാൻ വരുമെന്ന്. രക്തസ്രാവക്കാരി സ്ത്രീ വളരെയേറെ വിഷമത്തിലൂടെ പോയ അവൾ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുക എന്ന്, മറ്റുള്ളവരുടെ മുൻപിൽ അത് ഏറ്റു പറയുക എന്ന്. ഈ ആഹ്വാനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ. അത് ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.
നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ മുൻപിലായിരിക്കാം. കർത്താവ് നൽകിയ ആഹ്വാനത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. കർത്താവിന് ശക്തിയായ സാക്ഷ്യം നൽകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സാക്ഷിയാകാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, അങ്ങനെ സാക്ഷ്യമാക്കി ഞങ്ങളെ മാറ്റണമേ. അതിനാവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. ആമേൻ, ആമേൻ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. ഹല്ലേലൂയ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമ മഹത്വത്തിനായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമ മഹത്വത്തിനായി. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ സാക്ഷിയാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ. ശക്തിയോടെ, ധീരതയോടെ, വിശ്വസ്തയോടെ അങ്ങേക്കൊരു സാക്ഷി ജീവിതം നൽകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അതിനായി ദാഹിക്കുന്നു. തോടുകൾ തേടുന്ന മാൻപേട പോൽ അതിദാഹത്തോടെ നമ്മൾ നീർത്തോടുകൾ തേടുന്ന മാൻപേട പോൽ അതിദാഹത്തോടെ നമ്മൾ അമ്മമാരിക്കായി പ്രാർത്ഥിച്ചിടുമ്പോൾ അവൻ നമ്മെ നിറച്ചിടുമേ. അമ്മമാരിക്കായി പ്രാർത്ഥിച്ചിടുമ്പോൾ അവൻ നമ്മെ നിറച്ചിടുമേ. സ്വീകരിക്കുന്നു കർത്താവേ. ചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമ മഹത്വത്തിനായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമ മഹത്വത്തിനായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമ മഹത്വത്തിനായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമ മഹത്വത്തിനായി. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി, അങ്ങയെ ഉയർത്തുന്നവരായി, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രഘോഷിക്കുന്നവരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ അതിനായിട്ട് എടുത്ത് ഉപയോഗിക്കണമേ. അങ്ങയുടെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേട്ടതുപോലെ അവരെല്ലാവരും ചെയ്തതുപോലെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന ജീവിതങ്ങളായിട്ട് മാറാനായി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.